ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം 38-39 വാക്യങ്ങൾ. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടൊപ്പം താമസിക്കുകയും ചെയ്തു. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടൊപ്പം താമസിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം വചനം, തിരുവചനത്തിൽ നാം ധ്യാനിക്കുന്നത് യേശുക്രിസ്തു എവിടെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. യേശുവിനോട് ചോദ്യം ചോദിച്ചത് ശിഷ്യന്മാരാണ്. എന്താണ് ശിഷ്യന്മാർ ചോദിച്ചത്? ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് വസിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ യേശുവിന് പറയാനുള്ളത് എന്താ? വന്ന് കാണുക. യേശുവിനെ കാണുവാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാം, യേശുവേ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒന്നാമതായിട്ട് ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതു മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് യേശുവിനെ കാണണമെങ്കിൽ നീ ദൈവത്തിലേക്ക് നോക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം. കാരണം യേശു വസിക്കുന്നത് ദൈവത്തിലാണ്, സ്വർഗത്തിലാണ്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നാം ധ്യാനിക്കുന്നത് യേശുവിനെ കാണണമെങ്കിൽ നാം പിതാവിലേക്ക് നോക്കണം. കാരണം യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. അതുകൊണ്ട് യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് നോക്കണം. രണ്ടാമതായിട്ട് യേശുവിനോട് നമുക്ക് വീണ്ടും ചോദിക്കാം, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? യേശു പറയുന്ന ഉത്തരം എന്താ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വാക്യം 14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നാം യേശുവിനെ കാണണമെങ്കിൽ വേദപുസ്തകത്തിലേക്ക് നോക്കണം. കാരണം വചനത്തിന് മാംസം ധരിച്ച അനുഭവമാണ് യേശു. പ്രിയപ്പെട്ടവരെ, നാം വേദപുസ്തകം തുറക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നവരാണോ? നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കുക. വചനത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആരാ? യേശുവാണ്. നാം ബൈബിൾ പഠിക്കുവാനൊരുങ്ങുമ്പോൾ, നമ്മൾ ദൈവവചനം കേൾക്കുവാനൊരുങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് യേശുവിനെ കേൾക്കണമെന്ന്, എനിക്ക് യേശുവിനെ കാണണമെന്ന്? ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്ന്. എത്ര പേര് യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ വേദപുസ്തകം തുറക്കുന്നുണ്ട്? എത്ര പേര് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ബൈബിൾ വായിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, വചനത്തിൽ യേശുവാണ് നിറഞ്ഞിരിക്കുന്നത്. വചനത്തിൻ്റെ മാംസം ധരിച്ച രൂപമാണ് യേശുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ യേശു നിറഞ്ഞിരിക്കുന്നു. നാം ബൈബിൾ വായിക്കുമ്പോഴും ബൈബിൾ ധ്യാനിക്കുമ്പോഴുമൊക്കെ നമ്മൾ യേശുവിനെയാണ് വായിക്കുന്നത്, നമ്മൾ യേശുവിനെയാണ് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചനം വായിക്കുവാനൊരുങ്ങുമ്പോൾ യേശുവിനെ കാണുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം. സക്കേവൂസിന് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായി.
ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയാണ് അവനെ സിക്കമൂർ മരത്തിൻ്റെ മുകളിലെത്തിക്കുന്നത്. യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ നാം വേദപുസ്തകം തുറക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന യേശുവിനെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശു എവിടെയാണ് വസിക്കുന്നത്? ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? എന്താ അവൻ പറഞ്ഞത്? വന്ന് കാണുക, വന്ന് കാണുക. മൂന്നാമതായിട്ട് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ വാക്യം 51. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. യേശുക്രിസ്തു ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നു. യേശുക്രിസ്തു ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യം വരെ നമ്മളോട് കൂടെയായിരിക്കുവാൻ ആഗ്രഹിച്ചവൻ ഇതാ ദിവ്യകാരുണ്യമായി അൾത്താരയിൽ എഴുന്നള്ളുമ്പോൾ എന്തുമാത്രം പേര് യേശുവിനെ കാണുവാനായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ അത് വെറുമൊരു അപ്പക്കഷണമല്ല. വിശുദ്ധ കുർബാനയിൽ യേശുവുണ്ട്. എത്രയോ വിശ്വാസികൾ ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ കാണുവാൻ, യേശുവിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് എത്രയോ പേർക്ക് സാധിച്ചിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് എന്താ? വിശുദ്ധ കുർബാനയിൽ യേശുവുണ്ട്. നാം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നിത്യാരാധന ചാപ്പലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ യേശുവിനെ കാണുവാനാണ് പോകുന്നതെന്ന്? യേശുവിനെ കാണുവാൻ ശിഷ്യന്മാർ പോയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് ദിവ്യകാരുണ്യം. വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ യേശു നമ്മളെ സുഖപ്പെടുത്തും. ആ യേശു നമ്മളെ അനുഗ്രഹിക്കും. നമുക്കറിയാം, ധ്യാനങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് എന്തുമാത്രം രോഗശാന്തികളാണ് സംഭവിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച് പരസ്യ ജീവിതത്തിൻ്റെ സമയത്ത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനം സ്ഥിരീകരിച്ച അതേ യേശു തന്നെയാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ മാത്രമാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് യേശുവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ വിശുദ്ധ കുർബാനയെ സമീപിക്കുക. യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സമയം ചെലവിടുക. വലിയൊരു രഹസ്യമാണ് വിശുദ്ധ കുർബാന. ഈ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കി കഴിയുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയായി നമ്മുടെ ശരീരത്തോട് ലയിച്ചു ചേരുന്നത്. യേശു എവിടെയാണ് വസിക്കുന്നത്? ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു യേശു പിതാവിലാണെന്ന്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചു യേശു ദൈവവചനത്തിലാണെന്ന്. മൂന്നാമതായിട്ട് നാം ചിന്തിച്ചു യേശു ദിവ്യകാരുണ്യത്തിലാണെന്ന്. അതുകൊണ്ട് പിതാവിലേക്ക് നോക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ സ്വർഗത്തിലേക്ക് നോക്കുക. യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടെ വേദപുസ്തകം വായിക്കുക. യേശുവിനെ അനുഭവിക്കുവാനുള്ള താല്പര്യത്തോടെ ദിവ്യകാരുണ്യനാഥനെ സമീപിക്കുക. തീർച്ചയായും യേശുവിനെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് യേശു വസിക്കുന്നത് എവിടെയാ? ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വഴി ഞാൻ സാധിച്ചു തരും. കാരണം 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. യേശുക്രിസ്തു എവിടെയാ വസിക്കുന്നത്? യേശുക്രിസ്തു കൂട്ടായ്മയിൽ വസിക്കുന്നു, തിരുസഭയിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു വാഗ്ദത്തമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും.
നീ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോകുന്നത് ആരെ കാണുവാനാ? നീ ധ്യാനിക്കുവാനായിട്ട് ഒരു കൂട്ടായ്മയിൽ പോകുന്നത് ആരെ കാണുവാനാ? യേശുവിനെ കാണണമെന്നുള്ള താല്പര്യത്തോടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? യേശു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. കൂട്ടായ്മയിൽ യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ് തിരുസഭ. തിരുസഭയിൽ യേശുക്രിസ്തു വസിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ മൗതിക ശരീരമാണ് സഭയെന്ന്. തിരുസഭയിൽ യേശുക്രിസ്തു വസിക്കുന്നു. തിരുസഭയിൽ യേശുക്രിസ്തു വസിക്കുന്നു. ഒരുവൻ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഒരുവൻ സഭയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ യേശുവിൽ നിന്ന് തന്നെയാണ് അകന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എവിടെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ആ ഫെലോഷിപ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് യേശു. അതുകൊണ്ട് തന്നെ നാം കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ, ധ്യാനത്തിന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം എന്താ? എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ അനുഭവിക്കണം. തിരുസഭ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ ഈ സഭയിൽ ഞാൻ ആയിരിക്കുന്നത് എന്തുകൊണ്ടാ? യേശു ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, 5-മതായിട്ട് യേശു എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ വാക്യം 40 ഇപ്രകാരം പറയുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. യേശുക്രിസ്തു വസിക്കുന്നത് വേദനിക്കുന്നവരില്ല, പാവപ്പെട്ടവനില്ല. ഒരിക്കൽ മദർ തെരേസയോട് പത്രപ്രവർത്തകരൊരു ചോദ്യം ചോദിച്ചു: അമ്മേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുർഗന്ധം വമിക്കുന്ന, പുഴുവരിക്കുന്ന പഴുത്ത ശരീരങ്ങളെ എങ്ങനെയാണ് അമ്മ നെഞ്ചോട് ചേർക്കുന്നത്? എങ്ങനെ ഇത്രമാത്രം അടുത്തു നിന്ന് ഇവരെ ശുശ്രൂഷിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നു? മദർ തെരേസ പറഞ്ഞതെന്താ? ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ യേശുവിനെയാണ്, എൻ്റെ യേശുവിനെയാണ്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരിൽ, പാവപ്പെട്ടവരിൽ, രോഗികളിൽ നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മോട് ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ യേശു നമ്മളെ പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രോഗിയെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. കാരാഗ്രഹത്തിൽ മുഖം നഷ്ടപ്പെട്ടവനായി തടവറകളിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് സന്ദർശിക്കുന്നത്. എന്തിനു പറയണ്? ദാഹിക്കുന്നവന് ഒരു പാത്രം വെള്ളം കൊടുക്കുമ്പോൾ നീ യേശുവിനെ തന്നെയാണ് വെള്ളം കൊടുക്കുന്നതെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് യേശുവിനെ കാണണമെങ്കിൽ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ അനുഭവിച്ചതിനെക്കുറിച്ച് കേട്ടത് ഇങ്ങനെയാ: അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു രോഗി ശുശ്രൂഷ
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിടി അവൻ്റെ നേരെ നീട്ടി വ്രണങ്ങളുള്ള ആ കരങ്ങളിലുള്ള ഭക്ഷണം സ്വീകരിക്കുവാൻ അവൻ്റെ ഉള്ളിൽ അറപ്പ് തോന്നിയെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് എന്ത് സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ വായ തുറന്ന് ആഹാരം സ്വീകരിച്ചു. എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങിയിട്ടും കിട്ടാത്ത ദൈവാനുഭവം ആ സെക്കൻഡിൽ അനുഭവിക്കുവാനായിട്ട് ആ യുവാവിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണണമെങ്കിൽ നാം വേദനിക്കുന്നവരിലേക്ക് നോക്കണം, പാവപ്പെട്ടവരിലേക്ക് നോക്കണം, രോഗികളിലേക്ക് നോക്കണം, തകർന്നു കിടക്കുന്നവരിലേക്ക് നോക്കണം. വീടില്ലാത്ത വ്യക്തിക്ക് ഒരു വീട് വെക്കാൻ നീ സഹായിച്ചാൽ കാലിത്തൊഴുത്തിൽ വീടില്ലാതെ വിഷമിക്കുന്ന യേശുവിന് തന്നെയാണ് നീ വീട് സമ്മാനിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? യേശുവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരട്ടെ. ആറാമതായിട്ട് വീണ്ടും നമുക്ക് ചോദിക്കാം, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? യേശുവേ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? വചനം പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 13 അധ്യായം വാക്യം 5, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? പാട്ടുകാരൻ പാടിയത് കണക്ക്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തെരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല. അവസാനം എന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഈശ്വരനെ കണ്ടു എന്ന് പാടിയ മനോഹരമായ പാട്ട് കണക്ക് വേദപുസ്തകം പറയുന്നത് എന്താ? കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 അധ്യായം 26-27 വാക്യങ്ങൾ, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് തൻ്റെ വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥലവും പുത്രനായ യേശുവിൻ്റെ അവയവവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമൊക്കെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ എത്ര പേര് യേശുവിനെ കണ്ടിട്ടുണ്ട്? നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു പൂമണ്ഡപം തീർക്കുവാൻ നീ തയ്യാറാണോ? എത്രയോ തവണ പാടിയിട്ടുണ്ട്, വേണ്ട പോകരുതേ നാഥാ നിൽക്കണമേ, തീർത്തുകൊള്ളാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി ഒരു പൂമണ്ഡപം. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം തന്നെയാണ് നമ്മുടെ ശരീരം. യേശുക്രിസ്തുവിൻ്റെ അവയവമാണ് നമ്മുടെ ശരീരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ യേശുവായി മാറുവാനായിട്ട്, യേശുവിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതമായി തീരുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര പേര് യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്? ശിഷ്യന്മാർ അന്വേഷിച്ചത് കണക്ക് എത്ര പേര് യേശുവിനോട് ചോദിക്കുന്നുണ്ട്? ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടൊപ്പം താമസിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശു വസിക്കുന്നിടം കണ്ടാൽ പോരാ, യേശുവിനോടൊപ്പം താമസിക്കണം. ഈ വചനം തിരുവചനം എന്ന എപ്പിസോഡിൽ യേശു എവിടെ എന്ന ഉള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നാം ശ്രമിക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് യേശുക്രിസ്തു പിതാവിലാണ്. യേശുവിനെ കാണണമെങ്കിൽ നാം സ്വർഗത്തിലേക്ക് നോക്കണം. രണ്ടാമതായിട്ട് നാം കേട്ടു യേശുക്രിസ്തു വചനത്തിലാണ്, വേദപുസ്തകത്തിൽ യേശു ഉണ്ട്. മൂന്നാമതായിട്ട് നാം കേട്ടു യേശുക്രിസ്തു ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന്. നാലാമതായിട്ട് നാം കേട്ടു യേശുക്രിസ്തു കൂട്ടായ്മയിലുണ്ടെന്ന്, സഭയിലുണ്ടെന്ന്. അഞ്ചാമതായിട്ട് നാം കേട്ടു യേശുക്രിസ്തു വേദനിക്കുന്നവരിലുണ്ട് എന്ന്. ആറാമതായിട്ട് നാം കേട്ടു യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്.
എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ ആരാധിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാം. തെരുവിലുള്ള യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് തെരുവിലേക്ക് നമുക്കിറങ്ങാം. രോഗികളിൽ, വേദനിക്കുന്നവരിൽ, പാവപ്പെട്ടവരിൽ നമുക്ക് യേശുവിനെ കണ്ടെത്തുവാൻ സാധിക്കട്ടെ. വചനത്തിൽ യേശുവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. പിതാവിൽ യേശുവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. യേശു സഭയിലുണ്ടെങ്കിൽ, കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ഈ സഭയിൽ നിന്ന് വേർപെട്ടു പോവുക എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് തന്നെയാണ് വേർപെട്ടു പോകുന്നത്. നമുക്ക് യേശുവിനെ അന്വേഷിക്കുന്നവരായി മാറാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യേശുവിനെ കാണുവാനായിട്ട് ഞങ്ങൾ നിന്നിലേക്ക് നോക്കുകയാണ്. ദിവ്യകാരുണ്യത്തിലേക്കും വചനത്തിലേക്കും തിരുസഭയിലേക്കും വേദനിക്കുന്നവരിലേക്കും അവസാനം ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഞങ്ങൾ യേശുവിനെ കണ്ടെത്തട്ടെ. ഈശോയെ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. നീ വസിക്കുന്നിടം കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.